യെമനിലെ ഷിയ ഹൂതി വിമതർ ചെങ്കടൽ മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗ് ലക്ഷ്യമിടുന്നത് തീവ്രമാക്കിയിട്ടുണ്ട്. ഇത് സമുദ്രസുരക്ഷയിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. മംഗളൂരുവിലേക്ക് പോയ കെമിക്കൽ ടാങ്കർ എം പ്ലൂട്ടോയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ശക്തമായ നിരീക്ഷണ ഓപ്പറേഷൻ അലർട്ട് പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് വാണിജ്യ ഷിപ്പിംഗിനെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ 4 ഗൈഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറവിടങ്ങൾ വെളിപ്പെടുത്തുന്നു. നാവികസേന സമുദ്രമേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി P-8 മൾട്ടിമിഷൻ വിമാനങ്ങളും സീ ഗാർഡിയൻ ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ട് അധിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിന്റെ അതിരാവിലെ മുംബൈ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം നടത്തിയ എം പ്ലൂട്ടോ എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. ഈ റിപ്പോർട്ട് വരുമ്പോൾ ഗുജറാത്തിലെ ദ്വാരകയിൽ നിന്ന് 210 നോട്ടിക്കൽ മൈൽ ദൂരത്ത്, ഇറാൻ തീരത്ത് നിന്ന് 500 നോട്ടിക്കൽ മൈൽ അകലെ, യമൻ തീരത്ത് നിന്ന് 860 നോട്ടിക്കൽ മൈൽ എന്നിവിടങ്ങളിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് ഒരു ഇന്ത്യൻ പ്രതിരോധ സംഘം സജീവമായി അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് കെമിക്കൽ ടാങ്കറിന് അടുത്ത് MV സാവിസ്, MV ആർഡനോസ് എന്നീ 2 ഇറാനിയൻ കപ്പലുകൾ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരു ബൾക്ക് കാരിയറിൽ നിന്ന് ഡ്രോൺ വിക്ഷേപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഊഹാപോഹങ്ങളുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ സങ്കീർണമാക്കുന്നു. ഷിയ ഹൂത്തി വിമതർ ചെങ്കടലിലും വടക്കൻ അറബിക്കടലിലും വ്യാപാര കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം വിപുലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ എൻസ് കൊൽക്കത്ത തന്ത്രപരമായി ചെങ്കടലിന്റെ മുഖത്ത് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇടപെടലിനായി ന്യൂഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതിനിടെ ഡിസ്ട്രോയർ ഐഎൻഎസ് കൊച്ചി വടക്കൻ അറബിക്കടലിൽ പട്രോളിംഗ് നടത്തുന്നു. കൂടാതെ ഐഎൻഎസ് വിശാഖപട്ടണവും ഐഎൻഎസ് ചെന്നൈയും കടലിൽ സജീവമായി പ്രവർത്തിക്കുന്നു. തുറന്ന കടൽ മാർഗങ്ങൾ സുരക്ഷാമാക്കാനും സൈനിക തടസ്സങ്ങൾ നേരിട്ടാൽ ഉടനടി പ്രതികരിക്കാനും തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ട്. 4 യുദ്ധക്കപ്പലുകളിലും ബ്രഹ്മോസ് ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ, ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ, അന്തർവാഹിനി വിരുദ്ധ ഹെലികോപ്റ്ററുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് സാധ്യതയുള്ള ഭീഷണികളെ ഫലപ്രദമായി നേരിടാനുള്ള കഴിവിനെ ശക്തിപ്പെടുത്തുന്നു. പരസ്പരവിരുദ്ധമായ അവകാശവാദങ്ങൾക്കിടയിൽ ഇറാനികൾ എം പ്ലൂട്ടോയെ ലക്ഷ്യമിട്ടുവെന്ന യുഎസിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നിരുന്നാലും ആക്രമണത്തിൽ ഹൂതി വിമതർ ഇറാൻ നിർമ്മിച്ച 1350 നോട്ടിക്കൽ മൈൽ പരിധിയിലുള്ള ഷഹീദ് ഡ്രോൺ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് സംഭവം പരിശോധിക്കുന്ന സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അറബിക്കടലിലും ചെങ്കടലിലും വ്യാപാര ടാങ്കറുകളെ വിവേചനരഹിതമായി ലക്ഷ്യമിടാനുള്ള ഹൂതികളുടെ ഉദ്ദേശ്യം മേഖലയിലെ സമുദ്രസുരക്ഷയിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഗാസ യുദ്ധത്തിൽ ഹമാസിനെതിരായ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ യുഎസ് നേതൃത്വത്തിലുള്ള സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണ് ഈ ആക്രമണങ്ങളെന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. മേഖലയിൽ 2 യുഎസ് നേവി കാരിയർ സ്ട്രൈക്ക് ഫോഴ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും പേർഷ്യൻ ഗൾഫും ഒമാൻ ഉൾക്കടലും വലിയ ടാങ്കറുകളും ആഗോളതലത്തിൽ എണ്ണ കടത്തുന്ന ബൾക്ക് കാരിയറുകളാലും തിങ്ങിനിറഞ്ഞിരിക്കുന്നു. സമീപകാല ഹൂത്തി ആക്രമണങ്ങൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഷിപ്പിംഗ് റൂട്ടുകളുടെ ഗണ്യമായ വഴിതിരിച്ചുവിടലിന് കാരണമായി. ഇത് ചെലവുകളും എണ്ണ ഉപഭോഗവും വർദ്ധിപ്പിച്ചു. പ്രതിദിനം ഏകദേശം 50 കപ്പലുകൾ സൂയസ് കനാലിൽ സഞ്ചരിക്കുന്നു. ഇത് ആഗോള വ്യാപാരത്തിന്റെ 12%, ആഗോള കണ്ടെയ്നർ ട്രാഫിക്കിന്റെ 30% എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മൊത്തം മൂല്യം പ്രതിവർഷം $1 ട്രില്യൺ. മേഖലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രസുരക്ഷാ വെല്ലുവിളികളോട് നിർണായകമായി പ്രതികരിക്കുന്ന ഇന്ത്യൻ നാവികസേന ജാഗ്രതാ സാന്നിധ്യം നിലനിർത്തുന്നു.